ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ പഠിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെ ലളിതമായ ഒരു ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അറബി ഭാഷയിലെ അറബി അക്ഷരങ്ങൾ എഴുതുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. 4 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് അറബി അക്ഷരങ്ങൾ എഴുതുന്ന രീതി. അക്ഷര വലയിലെ അറബി അക്ഷരങ്ങളെ 29 അക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. കൂടാതെ അറബി അക്ഷരവലയിലെ 1ാമത്തെ അക്ഷരമായ ഹംസ എഴുതുന്ന രീതിയെക്കുറിച്ച് ലളിതമായി പറയുന്നുണ്ട്. 3ാമത്തത് അലിഫ് എഴുതുന്ന രീതി. അറബി ഭാഷയിൽ അലിഫ് എഴുതുന്നതിൻ്റെ 2 രീതികളുണ്ട്. അതുപോലെ ത എഴുതുന്ന രീതി. 1ാമത് അറബി അക്ഷരങ്ങൾ എഴുതുന്ന സംഗതികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 2 രീതിയിലാണ് അത് എഴുതുന്നത്. ഒന്ന്, അക്ഷരങ്ങൾ അക്ഷരങ്ങളും ചേർത്ത് എഴുതുന്നവ. എല്ലാ അക്ഷരങ്ങളും അങ്ങനെ എഴുതാൻ കഴിയുകയില്ല. എന്നാൽ ചില അക്ഷരങ്ങൾ ഇന്ത്യയിലെ അക്ഷരത്തോട് ചേർത്ത് എഴുതും. ആ അക്ഷരത്തോട് മറ്റക്ഷരങ്ങൾ ചേർത്തെഴുതുകയില്ല. ഉദാഹരണത്തിന് ബൈത്തുൻ, കലമുൻ, മസ്ജിദുൻ, തുബീബുൻ, ഖതീബുൻ, ഖലഖ, സമിഅ, ലഅബ. ഈ അക്ഷരങ്ങൾ എഴുതിയത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരക്ഷരം മറ്റക്ഷരത്തോട് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതുന്ന രീതിയാണ് കൂടുതൽ അക്ഷരങ്ങളിൽ നിന്നാണ്. എന്നാൽ 2ാമത്തെ ഒരു രീതി മുൻ അക്ഷരങ്ങളും മാത്രം ചേർത്തെഴുതുന്ന അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അലിഫ്, ദാൽ, ദാ, റാ, സാ, വാവ്. ഈ അക്ഷരങ്ങൾ മുൻ അക്ഷരത്തോട് ചേർത്തെഴുതും. എന്നാൽ ഈ അക്ഷരത്തോട് മറ്റക്ഷരങ്ങൾ ചേർത്തെഴുതുകയില്ല. എല്ലാ അക്ഷരങ്ങളും മുൻഅക്ഷരത്തോട് ചേർത്തെഴുതും. ഈ അക്ഷരങ്ങൾ പിന്നീടുള്ള അക്ഷരത്തോട് ചേർത്തെഴുതുകയില്ല. ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഇസ്തഗ്ഫറ എന്നുള്ള അലിഫ് ഹംസയാണ്. ഹംസയിൽ ഹംസത്തുൽ വസ്ൽ എന്ന് പറയും. അത് അടുത്ത സ്ക്രീനിൽ നമ്മൾ തുടങ്ങി. സി ചേർത്ത് എഴുതാൻ കഴിയുകയില്ല. ഖാമ, അത് അലിഫാണ്. അലിഫിൽ ശേഷവും ഖാമ എന്ന ഇതിൽ അലിഫുണ്ട്. അലിഫിനോട് ശേഷമുള്ള അക്ഷരം ചേർത്ത് എഴുതുകയില്ല. ദൽവുൻ, വലത്. ഇത് ദാൽ എന്ന അക്ഷരം തുടക്കത്തിലാണെങ്കിൽ ശേഷമുള്ള അക്ഷരം അതിനോട് ചേർത്ത് എഴുതുകയില്ല. എന്നാൽ വലത്, ദാല് അതിന്റെ മുന്നിലുള്ള അക്ഷരത്തോട് ചേർത്തെഴുതും. ദിക്റും തദ്കിറത്ത്. ദിക്ർ, ദാ തുടക്കത്തിലുള്ള അക്ഷരം വന്നപ്പോൾ ആ അക്ഷരത്തോട് ശേഷമുള്ള കാഫ് ചേർത്തെഴുതിയില്ല. എന്നാൽ തദ്കിറത്ത്, ത എന്ന അക്ഷരത്തോട് ദാല് ചേർത്തെഴുതും. എന്നാൽ ദാലിനോട് വേറൊരു പദം ചേർത്ത് എഴുതുകയില്ല. അടുത്ത ഉദാഹരണം റഹിമത്തും ബറക്കത്തും. അത് തുടക്കത്തിൽ വന്നപ്പോൾ അതിനുശേഷം ഹ വന്നപ്പോൾ അത് റായിനോട് ചേർത്ത് എഴുതിയില്ല. ബറക്കത്ത്, എന്നാൽ ബ എന്ന അക്ഷരത്തോട് റാ ചേർത്തെഴുതി. റായിനോട് ശേഷമുള്ള അക്ഷരം ചേർത്തെഴുതിയില്ല. ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ്. നേരത്തെ നമ്മൾ കാണിച്ച ഈ അക്ഷരങ്ങളല്ലാത്ത മറ്റ് അക്ഷരങ്ങൾ വന്നാൽ മറ്റക്ഷരങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിലെയും പിന്നിലെയും അക്ഷരങ്ങളോട് ചേർത്തെഴുതും. എന്നാൽ ഈ അക്ഷരങ്ങൾ മുൻ അക്ഷരത്തോട് ചേർത്തെഴുതും. എന്നാൽ ഇതിന് ശേഷം വരുന്ന അക്ഷരം
അത് ഇതിനോട് ചേർത്തെഴുതാതെ സ്വതന്ത്രമായിട്ടാണ് എഴുതേണ്ടത്. അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഹംസ എഴുതുന്ന രീതി, 6 രീതികളിൽ ഹംസ എഴുതും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അലിഫിന് താഴെ, അലിഫിന് മുകളിൽ, വാവിന് മുകളിൽ, യാവിന് മുകളിൽ സ്വതന്ത്രമായി. അതുകൂടാതെ അലിഫിന്റെ മുകളിൽ ഒരു സ്വാദിന്റെ പകുതി ഇട്ടുകൊണ്ട് ഹംസ എഴുതും. ഇങ്ങനെ 6 രീതിയിൽ ഹംസയെ നമുക്ക് എഴുതുന്നതായി കാണാൻ കഴിയും. അതിന് എവിടെയാണ് വാവിൽ എഴുതേണ്ടത്, എവിടെയാണ് യായിൽ എഴുതേണ്ടത്, എവിടെയാണ് സ്വതന്ത്രമായി എഴുതേണ്ടത്, ഇതിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അത് വിശദമായി നമ്മൾ പഠിക്കേണ്ടതാണ്. അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഹംസ എഴുതുമ്പോൾ ഈ രീതിയിൽ എഴുതും എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ അക്കല, ഇന്ന, യുമിനു, ബുദിഅ, ജാഅ, അൽ ബൈത്ത്, ഉക്തുബു, ഇതില് ഈ പദങ്ങളിൽ കളർ കൊടുത്ത അക്ഷരങ്ങൾ എല്ലാം ഹംസയാണ്. ഒന്നാമത്തെ പദത്തിൽ അലിഫിന് മുകളിലാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പദത്തിൽ അലിഫിന് താഴെയാണ് എഴുതിയിരിക്കുന്നത് ഇന്ന, യുമിനു. മൂന്നാമത്തെ പദത്തിൽ വാവിന് മുകളിലാണ് ഹംസ എഴുതിയിരിക്കുന്നത്. ബുദിഅ നാലാമത്തെ പദത്തിൽ യാഇന് മുകളിലാണ് എഴുതിയിരിക്കുന്നത്. ജാഅ അഞ്ചാമത്തെ പദത്തിൽ സ്വതന്ത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അൽ ബൈത്ത്, ഉക്തുബ് ആ 2 പദങ്ങളിൽ ഹംസയാണ്. ഹംസത്തുൽ വസ്ൽ എന്നാണ് അതിനെ പറയാ. അതില് ആ ഹംസയുടെ അടയാളം ഇല്ലാതെയാണ് എഴുതുക. ഒരു ഐനിന്റെ പകുതിയാണ് ഹംസ. ഐൻ മുറിഞ്ഞാണ് ഹംസയായിട്ടുള്ളത്. അവിടെ അത് രേഖപ്പെടുത്താതെയും ഹംസ എഴുതും. അലിഫ്ലാം കൊടുക്കുന്ന അൽ ബൈത്ത് എന്ന് പറയുന്ന, അഷംസ് എന്ന് പറയുന്ന, അൽ ഖമർ എന്ന് പറയുന്ന തുടക്കത്തിലുള്ളത് അലിഫല്ല, ശരിക്ക് ഹംസയാണ്. ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയുന്നത്. കാരണം ഹംസ 2 പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ഹംസയെ ഹംസത്തുൽ ഫത്ഹ് എന്ന് പറയുന്നുണ്ട്, ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ 5 അലിഫിന് മുകളിൽ, അലിഫിന് താഴെ, വാവിന് മുകളിൽ, യാവിന് മുകളിൽ സ്വതന്ത്രമായി വന്ന ആ ഹംസ ഹംസത്തുൽ ഫത്ഹ് എന്നാണ് പറഞ്ഞത്. നേരത്തെ കണ്ട ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണേ. ഐൻ മുറിഞ്ഞ്, ഐൻ എന്ന അക്ഷരം മുറിഞ്ഞു വന്ന പകുതിയാണ്, അതാണ് ഹംസത്തുൽ ഖത്അ്. പിന്നീട് ഡിസ്പ്ലേ ചെയ്തത് ഹംസത്തുൽ വസ്ലാണ്. അതായത് ഹംസക്ക് സ്വരമുണ്ട്, സ്വരം വരുന്ന പദം ഹംസയാണ്. അത് അൽ ബൈത്ത്, അവിടെ ആ തുടക്കത്തിൽ ലാമിന്റെ മുന്നിൽ കാണുന്ന ഹംസത്തുൽ വസ്ലാണ്. ഉക്തുബ് എന്നത് കൽപ്പനക്രിയയുടെ തുടക്കത്തിൽ കാണുന്നത് ഹംസയാണ്. ഇജ്തമ എന്ന പദത്തിന്റെ മുന്നിൽ കാണുന്ന ആ അലിഫ് ഹംസയാണ്. ഇസ്മുൻ എന്ന് പറയുന്ന ആ തുടക്കത്തിൽ കാണുന്ന അക്ഷരം ഹംസയാണ്. ഇതിനെ ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയാ. അപ്പോൾ 2 പേരുകളിൽ ഹംസ അറിയപ്പെടുന്നു, ഹംസത്തുൽ ഖത്അ്, ഹംസത്തുൽ വസ്ൽ. ഹംസയെ 6 രീതി എഴുതുന്നുണ്ട്. അലിഫിന് മുകളിൽ, അലിഫിന് താഴെ, വാവിന് മുകളിൽ, യാഇന് മുകളിൽ സ്വതന്ത്രമായി. അതുപോലെ അലിഫ് ഈ അടയാളം ഇല്ലാതെയും എഴുതും. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ അലിഫ്ലാമുകൾക്ക് മുന്നിൽ വരുന്ന അലിഫുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഹംസത്തുൽ വസ്ലിന്റെ മുകളിൽ ഒരു സ്വാദിന്റെ പകുതി, നിസ്ഫു സ്വാദ്, വ സ്വ ല എന്നുള്ള ആ സ്വാദിന്റെ പകുതിയെ എടുത്തുകൊണ്ടാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. ആ അക്ഷരം, ഒരടയാളം ഖുർആനുകളിൽ നമുക്ക് കാണാൻ കഴിയും. അലിഫ് 2 രീതിയിൽ എഴുതും. ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അലിഫാണ്, മറ്റൊന്ന് പുള്ളിയില്ലാത്ത യാ എഴുതും. ഒന്ന് അലിഫിനാണ് എഴുതുന്നത്, മറ്റൊന്ന് പുള്ളിയില്ലാത്ത യായിനാണ് എഴുതുന്നത്. ഇത് അലിഫിനാണ്. ഇവിടെ അസ്വഫ, അരിദ, ആ കളർ കൊടുത്തതെല്ലാം അലിഫാണ്. അലിഫ്ലാമില് ലാമിന് മുന്നിലുള്ള സത്യത്തിൽ ഹംസത്തുൽ വസ്ലാണ്. ഇനി മൂസ, ഈസ, അൽ ഖുറ, അൽ ഹസ, അന്നദ, ലൈല, മസ്അ, മർമ, മുസ്തഫ എന്ന സ്വരത്തിൽ വരുന്നതും അലിഫാണ്. അത് ഇവിടെ പുള്ളിയില്ലാത്ത യായിലാണ് എഴുതിയിരിക്കുന്നത്.
ഇങ്ങനെ രണ്ട് രീതിയിൽ അലിഫിനെ എഴുതും. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് അലിഫ് എഴുതുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. താ എഴുതുന്ന രീതിയിൽ രണ്ട് രീതിയിൽ താ എഴുതും. അതൊന്ന് ഈ വായുടെ മുകളിലുള്ള രണ്ട് പുള്ളി താ, മറ്റൊന്ന് അത്താ അൽ മഫ്തൂഹ എന്നാണ് അതിനെ പറയാം. അത്താ അൽ മർബൂത്ത, കെട്ടിയ രീതിയിൽ താനെ കൂട്ടി അതിനുശേഷം അതിനുള്ളിൽ രണ്ട് പുള്ളിയിടുന്നത്. ഇത് ഒരു പദത്തിന്റെ അവസാനത്തിലാണ് വര. ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മൗത്തുൻ, ബാത്ത, ബൈത്തുൻ എന്നതെല്ലാം ഈ ഒന്നാമത്തെ തായിലാണ് എഴുതിയ. ത മഫ്തൂഹ എന്നാണ് അതിന് പറയാം. അത്ത അൽ മർബൂത്ത എന്ന് പറയുമ്പോൾ അത് ചേർത്തെഴുതുന്ന തായാണ്. ഇത് രണ്ടും താ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അക്ഷരങ്ങൾ എഴുതുന്നതുമായി ബന്ധപ്പെടുത്തി പറയുവാനുള്ളത്. അപ്പോൾ ഹംസ എഴുതുന്ന രീതി, അലിഫ് എഴുതുന്ന രീതി, താ എഴുതുന്ന രീതി, കൂടാതെ 29 അക്ഷരങ്ങളെ മുൻപിൻ അക്ഷരങ്ങളോട് ചേർത്തെഴുതുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? മുന്നക്ഷരത്തോട് ചേർത്തെഴുതും, ആ അക്ഷരങ്ങളോട് ശേഷമുള്ള അക്ഷരങ്ങൾ ചേർത്തെഴുതുകയില്ല. അങ്ങനെ വരുന്ന 6 അക്ഷരങ്ങൾ ഏതാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. കാര്യങ്ങൾ കൃത്യമായി ഈ പരിശീലനത്തിലൂടെ, ഈ ബോർഡിലെ സ്ക്രീനുകളിലൂടെ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ അക്ഷരങ്ങൾ എഴുതുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ അറിവ് നിങ്ങൾ നേടിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.